ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 50. രചന ഫൗസിയ നൗഷാദ്. ഹരിയേട്ടൻ്റെ മോൾ, എനിക്ക് വിശ്വസിക്കാൻ വയ്യാതി. അപ്പോൾ നീ എന്താ ഇതിനോട് നേരത്തെ പറയാതിരുന്നത്? ഈ സത്യം അറിഞ്ഞിട്ടാണോ നീ ഈ മോളെ തന്നെ കെട്ടിയത്? അല്ലമ്മ, ഒരിക്കലും അല്ല. ഒന്നും നേരത്തെ കുട്ടി അറിഞ്ഞിരുന്നില്ല. ഒക്കെ ഒരു വിധിയായിരുന്നു, അല്ലെങ്കിൽ ഹരിയച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഏതോ വിധേനെ ഇവളെ എൻ്റെ മുന്നിലെത്തിച്ചു. അതാണമ്മേ സത്യം. നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് ഞാൻ ഈ സത്യമെല്ലാം അറിയുന്നത്. ശാരിക കൃഷ്ണയെ അടുത്ത് പിടിച്ചിരുത്തി നിറമിഴികളോടെ ഇരുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി. അമ്മയുടെ പൊന്നുമോളെ, അമ്മയെ വെറുക്കരുത്. അമ്മ ഒരിക്കലും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല, സ്വയം ഇല്ലാതാവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത അബദ്ധം കാരണം എനിക്കേറെ വേണ്ടപ്പെട്ട ഒരാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അയാളുടെ കുടുംബം അനാഥപ്പെട്ടത് ഒക്കെ അമ്മ കാരണമോ മോളെ. എന്നെ വെറുക്കല്ലേ, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ലമ്മ, ഒന്നും അമ്മ കാരണമല്ല. അങ്ങനെയൊക്കെ നടക്കണമെന്നായിരുന്നു. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞതൊക്കെ പറഞ്ഞ് വിഷമിച്ചിട്ട് ഇനി എന്താ? അമ്മയോട് എനിക്കൊരു വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. ഒക്കെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാ. എനിക്ക് മോളുടെ അമ്മയോട് മാപ്പ് ചോദിക്കണം. എന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ടാവും ആ മനസ്സ്. അമ്മേ, ലക്ഷ്മിയമ്മ ഒരിക്കലും അറിയരുത് അദ്ദേഹം ഇന്നീ ഭൂമിയിൽ ജീവനോടെ ഇല്ലെന്ന്. എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെയാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലാതായ ജീവിക്കാൻ തന്നെ പിന്നെ തോന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഒളിക്കുന്നതാണ് നല്ലത്. നമ്മളത് പറഞ്ഞിട്ട് ഉപകാരമില്ല എന്നാണെങ്കിൽ തീർച്ചയായും അത് പറയാതിരിക്കുക തന്നെ വേണം, ആദി പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായും. അമ്മ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. നാളെ ആവട്ടെ, നമുക്ക് 3 പേർ കൂടി അങ്ങോട്ട് പോവാം. കൃഷ്ണയും ആദിയും ശാരികാമ്മയ്ക്ക് പുതച്ചു കൊടുത്ത ശേഷം മുറിയിലേക്ക് പോയി. കൃഷ്ണയുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഓർമ്മകൾ എല്ലായ്പ്പോഴും അവളുടെ ഉള്ളിലൊരു നോവായി നിഴലിച്ചു. അത് മനസ്സിലാക്കി ആദി അവളെ ചേർത്ത് പിടിച്ചു. നീ എന്തിനാടി പെണ്ണെ കരയുന്നത്? നിൻ്റെ ഒപ്പം ഞാനില്ലേ? ഇനി എന്തു വന്നാലും എൻ്റെ ഗാഥയ്ക്കൊപ്പം ഞാനുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് ആ കണ്ണുകളിലെ വേദനയല്ല കാണേണ്ടത്, സന്തോഷമാണ്. അത് കാണുമ്പോഴാടി എൻ്റെ ഹൃദയം നിറയുന്നത്. എന്തായാലും ഹരിയച്ഛൻ ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. കാരണം അച്ഛൻ്റെ മോൾ ഹാപ്പി ആയിട്ടല്ലേ ഇവിടെ കഴിയുന്നത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയടി കെട്ടിയോളെ, നമുക്ക് സെറ്റാക്കാം. അവൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ആൽബിയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്. അവൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ നല്ല കലിപ്പിലാണ്, നന്ദു പറഞ്ഞു. കലിപ്പായിട്ട് എന്താ കാര്യം? അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയല്ലേ. നമ്മളായിട്ട് വേണം വെച്ച് ചെയ്തതല്ലല്ലോ. എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ അനുഭവിക്കട്ടെ. കേസിൽ നമ്മുടെ പേര് വരില്ലേ? ഇല്ല, അവനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ പേര് മൊഴി കൊടുക്കില്ല. പിന്നെ എസ് എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇഷ്യൂവും വരില്ല, ആദി പറഞ്ഞു. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്കൊരു പ്രപ്പോസലുണ്ട്. ഞാനായിട്ട് കൊണ്ടുവന്നതാ. എൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാ. എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ടതാ. അവൾക്ക് വേറെ ആരും ഇല്ല, കോൺവെൻറ്റിലാ, നേഴ്സാണ്. എൻ്റെ അമ്മയെ പരിചരിച്ചതൊക്കെ അവളാ. നല്ല കുട്ടിയാ. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം. ഏടന് ഇഷ്ടമാണെങ്കിൽ നോക്കിക്കോ, എനിക്ക് എതിർപ്പൊന്നുമില്ല, നന്ദു പറഞ്ഞു. അങ്ങനൊന്നുമില്ല നന്ദു, നീയാണ് ജീവിക്കേണ്ടത്. നിനക്ക് ഇഷ്ടപ്പെടണം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വിട്ടേക്കാം. വേണ്ട ഏട്ടാ, എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ പകരമായി ഒരു അനാഥ കുട്ടിയെ എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ അതിൽ പരം എനിക്കെന്ത് സന്തോഷമാണ് ഉള്ളത്. അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഏട്ടാ. എങ്കിൽ അടുത്തൊരു ദിവസം നമുക്ക് അവളെ കാണാൻ പോവാം. അവൻ്റെ തോളിൽ തട്ടി പുഞ്ചിരിയോടെ ആദി കടന്നുപോയി. നന്ദുവിനും സംതൃപ്തിയായി. ആദിക്കിപ്പോൾ തന്നോടൊട്ടും ദേഷ്യമില്ലല്ലോ. അതുതന്നെ വലിയ കാര്യം. കല്യാണ സ്വപ്നങ്ങളൊന്നും അതുവരെ അവനിലില്ലായിരുന്നു. പക്ഷേ അത് കേട്ടത് മുതൽ അവൻ്റെ മനസ്സിലും. ആദ്യ ഹാളിൽ ലാപ്പിൽ എന്തോ നോക്കിയിരിക്കുമ്പോഴാണ് ചന്ദ്രശേഖര വർമ്മ അവിടേക്ക് വരുന്നത്. ആദിമോനെ, ശാരിക മടങ്ങിയെത്തിയില്ലേ? അവൾ എന്നോട് പുറത്തു. ഇനിയെങ്കിലും അച്ഛനോടുള്ള വെറുപ്പ് ഉപേക്ഷിച്ചൂടെ മോനെ? നീ മാത്രം ഇപ്പോൾ? അയാൾ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. ആദ്യ ലാപ്പ് മാറ്റി അയാളെ നോക്കി. വെറുപ്പ് മാറ്റാനോ? അതെങ്ങനെ? എളുപ്പം ഒന്നും മാറില്ല. എൻ്റെ അമ്മ നിങ്ങളോട് പുറത്തിരിക്കും. അതെൻ്റെ അമ്മയുടെ വലിയ മനസ്സ്. ഈ ആദിക്ക് അതിന് പറ്റില്ല. നിങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. കണ്ണാ! അവർ രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ജ്വലിക്കുന്ന കണ്ണുകളോടെ ശാരിക. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അവർ ശബ്ദമുയർത്തി. നല്ല പോലെ ഉണ്ടമ്മേ ഈ ചതിയനായ മനുഷ്യനോട്. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ സംസാരിച്ചാൽ നിന്റെ ചെകിടത്തൊന്ന് തെരിഞ്ഞാൻ. ഇത് നിന്റെ അച്ഛനാ. പക്ഷെ അമ്മ, അവർ തടഞ്ഞു. വേണ്ട കണ്ണാ, ഒരിക്കലും നീ നിൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും. ഇത്ര കാലം നീ ഇങ്ങനെയായിരുന്നു. ഇതാണോ ആദ്യം ഞാൻ നിന്നെ പഠിപ്പിച്ചത്?
ഇദ്ദേഹം അനീതി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെന്നോടാണ്, നിന്റെ അമ്മയോടാണ്. അമ്മ ക്ഷമിച്ചു, നീയും അത് ക്ഷമിക്കണം. എൻ്റെ മകൻ അച്ഛനെ വെറുക്കുന്ന ഒരു മകനാവണമെന്ന് എനിക്കൊരിക്കലും ആഗ്രഹമില്ല. അമ്മേ, ചെയ്തതൊക്കെ എങ്ങനെ മറക്കാനാണ്? ഞാൻ പറഞ്ഞാതി, ഭാര്യയായ എനിക്കത് പൊറുക്കാമെങ്കിൽ നിനക്കും പറ്റും. മോനെ, ആകെയുള്ള ഈ ചെറിയ ജീവിതത്തിൽ വെറുപ്പും വിദ്വേഷം വെച്ച് ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? അദ്ദേഹം ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മാപ്പർഹിക്കുന്നുമുണ്ട്. എൻ്റെ മോനെ, നീ അമ്മ പറയുന്നത് അനുസരിക്കില്ലേടാ കണ്ണാ. ആദ്യ കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്തു. അച്ഛനോട് ക്ഷമിക്കും മോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം ഒടുവിൽ നല്ലതായി തീർന്നല്ലോ, അത് മതി. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ആഗ്രഹമായിട്ട് കണ്ട് എൻ്റെ പൊന്നു മോനിത് ചെയ്യണം, ശാരിക പറഞ്ഞു. ചെല്ല്. അവരുടെ ഒറ്റ നോട്ടം മതിയായിരുന്നു ആദിയുടെ എല്ലാ വാശിയും ഇല്ലാതാവാൻ. അമ്മ എന്നാൽ അവന് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ആദി തലകുനിച്ച് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് നടന്നു. മടിച്ചുകൊണ്ട് വിളിച്ചു, അച്ഛാ. അവൻ്റെ ആ വിളി കേട്ട് ഹൃദയം നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ഏറെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ അച്ഛനെന്ന് വിളിച്ചിരിക്കുന്നു. അദ്ദേഹം വിറയാർന്ന കരങ്ങളോടെ ആദിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടുനിന്ന് ശാരികയുടെ ഹൃദയവും നിറഞ്ഞു. താൻ കാരണം അച്ഛനും മകനും ഇത്രനാൾ ശത്രുക്കളായി കഴിഞ്ഞെന്നുള്ളത് അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. കൃഷ്ണയ്ക്കും ആ കാഴ്ച കണ്ട് ഹൃദയം കുളിർത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വേദന അവളും അറിഞ്ഞിരുന്നതല്ലേ. അദ്ദേഹം ചെയ്ത തെറ്റിനുള്ളത് ഒരുപാട് അനുഭവിച്ചു. ഈ കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയും ശാരിക മരിച്ചെന്നും അത് തൻ്റെ തെറ്റുകൊണ്ടാണെന്നുമുള്ള കുറ്റബോധത്തിൽ നീറി കഴിയുകയായിരുന്നു. സ്വന്തം മക്കളുടെ മുന്നിൽ പോലും തല ഉയർത്തി നടക്കാൻ പറ്റാതെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇത്രയൊക്കെ മതി, ഇപ്പോൾ എല്ലാം ശരിയായി. എല്ലാം. പിറ്റേന്ന് രാവിലെ തന്നെ ശാരികാമ്മ അടുക്കളയിൽ കയറി അവരുടെ കൈകൊണ്ട് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരുടെ മനസ്സിന് സമാധാനമായി. ഗീത, അമൃതയും സരസ്വതി അവിടേക്ക് വന്നു. എന്താ ഇത് ശാരി, റെസ്റ്റ് എടുക്കാൻ നീ അടുക്കളയിൽ കയറിയോ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻസ് ഇല്ലേ? അമൃത ചോദിച്ചു. അങ്ങനല്ലല്ലോ കൊച്ചേച്ചി, നമ്മളുണ്ടാക്കുന്ന പോലെ വരില്ലല്ലോ അവരുണ്ടാക്കിയാൽ. പ്രിയപ്പെട്ടവർക്ക് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും, കാരണം അതിൽ നമ്മുടെ സ്നേഹവും കലർന്നിട്ടുണ്ട്, ശാരിക പുഞ്ചിരിയോടെ പറഞ്ഞു. നിന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ ശാരി, നിനക്ക് എങ്ങനെയാ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറാൻ കഴിയുന്നത്? സരസ്വതി ചോദിച്ചു. കാലം അയക്കാത്ത മുറിവുകളുണ്ടോ? എത്ര നാൾ കഴിഞ്ഞിപ്പോൾ? അനുഭവിക്കാത്ത വേദനകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അതൊക്കെ ഇപ്പോൾ ശീലമായി. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒന്നും തന്നെ തോന്നാറില്ല, അതൊക്കെ അത്രേ ഉള്ളൂ, അവർ നിസ്സാരമായി പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ ചേച്ചി, അവരും ഒപ്പം കൂടി. ഓരോന്നും സംസാരിച്ചും ചിരിച്ചും പതിവില്ലാതെ അവരും അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തു. ശാരികാമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ രുചികരമായ ഭക്ഷണം വന്ന് എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. അത്ര നാൾ വരെ പരസ്പരം ശത്രുതയും ദേഷ്യവും ഒക്കെ ആയിരുന്നെങ്കിൽ അന്ന് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. കുടുംബം ശാരികാമ്മയുടെ വരവോടെ സമ്പൂർണമായി. ഉച്ചയ്ക്ക് ശാരികാമ്മ കൃഷ്ണയുടെയും ആരുഷിയുടെയും മുടി താളി തേച്ച് മനോഹരമായി കഴുകിക്കൊടുത്തു. അവർ തന്നെ ചീകി കെട്ടിക്കൊടുത്തു. ഇത്രനാൾ കിട്ടാതെ പോയ അമ്മയുടെ സ്നേഹം ആരുഷിയും അറിയുകയായിരുന്നു. പെൺകുട്ടിയാ കേട്ടോ മോളെ, കൃഷ്ണയെ നോക്കി അവർ പറഞ്ഞു. ആണോ അമ്മേ, അതെങ്ങനെ മനസ്സിലായി? ആരുഷി അത്ഭുതത്തോടെ ചോദിച്ചു. ചില അടയാളങ്ങൾ വെച്ച് നമുക്ക് വേഗം മനസ്സിലാവും മോളെ. ആദ്യം നിന്നെ നല്ലപോലെ നോക്കുന്നില്ലേ മോളെ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? അമ്മയുടെ അടുത്ത് നിന്ന് മടങ്ങിയെത്തിയ മുതൽ ആദിയുടെ എന്നോട് നല്ല സ്നേഹം അമ്മേ. എനിക്ക് വേണ്ടി എന്തു ചെയ്യും, എന്നെ അത്ര ജീവനാ. എനിക്കത് കേട്ടാൽ മതി. നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദേവിയാ മോളെ, എൻ്റെ ആദിക്ക് അർഹതപ്പെട്ട പെണ്ണ്. അത് ശരിയാ അമ്മ. ഏട്ടത്തി എന്ന് വെച്ചാൽ ഏട്ടൻ എന്ത് കാര്യമാണെന്നോ? അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം. നിനക്കും അങ്ങനെ ഒരു ഭർത്താവിനെ തന്നെ കിട്ടുമടി കാന്താരി, അവർ അവളുടെ തലയിൽ തട്ടി സ്നേഹത്തോടെ പറഞ്ഞു. ആദ്യം കൃഷ്ണയും അമ്മയും കൂട്ടി ലക്ഷ്മി അമ്മയുടെ വീട്ടിലേക്ക് വന്നു. കൃഷ്ണ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാക്കാൻ അത്ര പ്രയാസമുണ്ടായില്ല. അച്ഛൻ്റെ കാര്യം മാത്രം അവൾ ഒളിപ്പിച്ചു. കൃഷ്ണ പറഞ്ഞതുപോലെ ഐശ്വര്യമുള്ളൊരു സ്ത്രീ ആദ്യപോലെ തന്നെയാണ്. വാ, അകത്തേക്ക് കയറി വാ ശാരികേച്ചി. ലക്ഷ്മി അമ്മ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ശാരികാമ്മയുടെ ഹൃദയം തുടിച്ചു. തൻ്റെ കുടുംബം രക്ഷിച്ച മനുഷ്യൻ്റെ ഭാര്യ, ആ വലിയ മനുഷ്യൻ്റെ ഭാര്യ, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിനെ എങ്ങനെ മറക്കാനാവും? നന്മയുടെ വലിയ ഉദാഹരണമാണ്. ലക്ഷ്മിയമ്മയെ ശാരികാമ്മ കെട്ടിപ്പിടിച്ചു. നേരിട്ട് പറയാതെ ആ ഒറ്റ ആലിംഗനത്തിലൂടെ 1000 തവണ അവർ മനസ്സിൽ ലക്ഷ്മിയമ്മയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ശാരികേച്ചി, ഞാൻ കുടിക്കാൻ എടുക്കാം, നിങ്ങളിരിക്ക്. ശാരികാമ്മ അടുക്കളയിലേക്ക് പോയി. മടിച്ചു നിന്ന ദേവിയെയും രാധയെയും ശാരിക അടുത്തേക്ക് വിളിച്ചു. എന്താ മക്കളുടെ പേര്? ദേവി, നന്ദന, അനുരാധ. നല്ല പേരാണല്ലോ, കൃഷ്ണമോളെ പോലെ തന്നെ. അമ്മ ആദിയേട്ടനെ പോലെ തന്നെയുണ്ട്, രാധ പറഞ്ഞു. അത് പണ്ട് മുതലേ എല്ലാവരും പറയും, മോനും മോളും എന്നെപ്പോലെ തന്നെയാണെന്ന്, അവർ പുഞ്ചിരിയോടെ പറഞ്ഞു.
ഇതാ കുടിക്ക് ചേച്ചി. ലക്ഷ്മിയമ്മ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. ലക്ഷ്മിയമ്മ കുറേ നാളായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. അതെ, മക്കളുടെ കുഞ്ഞിലെ മുതൽ ഇവിടെ തന്നെയാ. ഒരു കടം വന്നപ്പോൾ ആദിമോൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ആണോ ആർതി? എങ്കിൽ എത്രയും വേഗം നീ അത് ലക്ഷ്മിയമ്മയുടെ പേരിൽ എഴുതി കൊടുക്കണം. ആ അമ്മേ, അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഓരോ തിരക്കിലായി വിട്ടുപോയി, ആദി പറഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട മോനെ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ എൻ്റെ മോൻ തന്നെയല്ലേ. എന്നാലും അങ്ങനെയല്ല, ഈ വീട് നിങ്ങളുടേതാണ്. ഈ വീട് ലക്ഷ്മിയമ്മയുടെ പേരിൽ തന്നെ ഇരിക്കുന്നതാ ഭംഗി. ശാരികേച്ചിയെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കൂടിക്കാഴ്ച തന്നെയായി പോയി. ലക്ഷ്മിയമ്മ ശാരികാമ്മയെ വീട് മുഴുവൻ കാണിച്ചു. ചെറുതെങ്കിലും നല്ല ഒതുങ്ങിയ മനോഹരമായ വീട്. ലക്ഷ്മിയമ്മയോടും ദേവിയോടും രാധയോടും ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ശേഷമാണ് അവർ അവിടെ നിന്നിറങ്ങിയത്. ഇറങ്ങാൻ നേരം ലക്ഷ്മിയമ്മയെ അവർ കെട്ടിപ്പിടിച്ചു. അറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അത് ലക്ഷ്മി അറിയാതെ ശാരിക തുടച്ചുകൊണ്ട് മനസ്സുകൊണ്ട് അവരുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. മാനസയുടെ കല്യാണ ദിവസം ഇങ്ങ് വന്നെത്തി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.